യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റില്ല, ഓരോ കോൺട്രവേഴ്സീസേ. അതിനൊന്നും താല്പര്യമില്ലാത്ത ഞാൻ നേരെ കുക്കിംഗ് ചാനൽ എടുത്ത് നോക്കി. അപ്പം ഉണ്ടതാ നല്ല ഉള്ളിവടേൻ്റെ ഒക്കെ ഒരു വീഡിയോസ്. അപ്പം എനിക്ക് തോന്നി ഒരു ഉള്ളിവട ഉണ്ടാക്കിയാലോ എന്ന്. എന്നാൽ സമയം കളയണ്ട, നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഉള്ളിവടയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എനിക്കറിയാം, എന്നാലും 2-3 സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മെയിൻ സാധനം ഇഞ്ചി ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇട്ടു. അത് കുറച്ച് അമ്പിളി പറ്റിപ്പോയെന്ന് എനിക്ക് പിന്നെ തിന്നപ്പോൾ മനസ്സിലായി. എന്നാലും സാരമില്ല, നമുക്ക് കഴിക്കാനല്ലേ. ഞാൻ ഈ എണ്ണക്കടികളുടെ ഒന്നും ഫാൻ ആയിരുന്നില്ല കേട്ടോ. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കരുവള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു അമ്മ നടത്തുന്ന ഒരു ചായക്കടയുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയുടെ മകളും മരുമക്കളാണെന്ന് തോന്നുന്നു, മരുമോളാണോ മകളാണെന്ന് എനിക്കറിയില്ല, അവരാരുമാണ് ഇപ്പോൾ നടത്തുന്നത്. അവിടെ കിട്ടുന്ന ഒരു ഉള്ളിവടയും പഴംപൊരിയും ഒക്കെ ഉണ്ട്. ഉഫ്, ഞാൻ ആ പഴംപൊരിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. എന്നെ ചെല്ലുമ്പോൾ തന്നെ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ പഴംപൊരി മേടിക്കാൻ വേണ്ടി വരുന്നതെന്ന്. ഇനി ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും ആ ചായക്കടൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അത്ര നല്ല അടിപൊളി പഴംപൊരി അവിടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അവിടെ എല്ലാം ഉണ്ട്, ബോണ്ട. ഒരു ദിവസം ഒരു എണ്ണക്കട ഉണ്ടാവുള്ളൂ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നല്ല ടേസ്റ്റുമാണ്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ അവർ ഉണ്ടാക്കുള്ളൂ, എന്നാലും വിളമ്പുന്നത് നല്ല ഫുഡാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അവിടുത്തെ ഉള്ളിവട, ഒരു ഉള്ളിവട എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് നാവിലെ വെള്ളം വരുന്നു. നാട്ടിൽ പോയി ഉറപ്പായിട്ടും കഴിക്കണം. ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ കോഫി ഷോപ്സിലൊക്കെ സാധനങ്ങൾ കിട്ടുമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്നതിന് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. എൻ്റെ അച്ഛൻ നല്ല ഉറക്കം. ആ സമയത്താണ് ഞാൻ ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്. മൈദ അത്ര നല്ല ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പണ്ടൊരു വട്ടം നാട്ടിൽ വെച്ച് ഇതുപോലെ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി. എൻ്റെ ഇതുപോലത്തെ ഫുഡ് റെസിപ്പീസൊക്കെ ഞാൻ തയ്യാറാക്കുമ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഫുഡ് ടെസ്റ്റായിട്ട് ഉണ്ടാവാറുള്ളത് എൻ്റെ വല്യച്ഛനാണ് കേട്ടോ. അച്ഛൻ്റെ ഏട്ടൻ. വല്യച്ഛൻ എപ്പോഴും അതെ, ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ദിവസം വല്യച്ഛൻ അവിടെ ഉണ്ടായിരിക്കും. മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും എൻ്റെ അച്ഛൻ കഴിച്ചില്ലെങ്കിലും വല്യച്ഛൻ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. വല്യച്ഛൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. ഈ എണ്ണ ഒഴിക്കുന്നത് കണ്ടപ്പോഴോ ഒരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ അച്ഛമ്മ ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എൻ്റെ എണ്ണ ഉപയോഗം, ഞാൻ ഒരുപാട് എണ്ണ എടുക്കുന്നതാണ് അച്ഛമ്മ പറയാറ്. ഇപ്പം ഞാൻ ഈ എടുക്കുന്ന എണ്ണ എങ്ങാനും അച്ഛമ്മ കണ്ട അച്ഛമ്മ ആകെ ബേജാറാവും. അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ ഉണ്ടാക്കിയതെങ്കിലും എൻ്റെ അടുക്കളത്തെ ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോൾ തന്നെ അച്ഛൻ എണീറ്റ് വന്നു കേട്ടോ. പൊതുവേ ഞാനൊരു ചായ ഫാനല്ല, എന്നാലും ഉള്ളിവടയും കൂടെ ഉള്ളതല്ലേ, എന്നാൽ ചായയും കൂടെ ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് നല്ല അടിപൊളി കാപ്പിയാണ് ഉണ്ടാക്കിയത്. കാപ്പി ഉണ്ടാക്കി ഞാനും അച്ഛനും കൂടെ കുടിച്ചു. നല്ല ചൂട് ഉള്ളിവടയും നല്ല അടിപൊളി കാപ്പിയും കുടിച്ച കേട്ടോ. എൻ്റെ ഉള്ളിവട ഉണ്ണിയപ്പത്തിന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മേനെ വിളിച്ച് കാണിച്ചപ്പോൾ അമ്മ ചോദിക്കുകയും ചെയ്തത് എന്താ എത്ര ചെറുത് എന്നുള്ളത്. പക്ഷെ കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, അച്ഛനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അച്ഛനും കഴിച്ചു. അപ്പം എന്നാൽ അത്രയ്ക്കുള്ളൂ. ബൈ.